प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ആ മുൻകാല ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് 4 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാൻ കഴിയും എൻ്റെ മക്കൾ ശ്രദ്ധയോട് കൂടി നോക്കിക്കോളൂ बच्चों देखिए യെസ് എന്താണ് ആ ചോദ്യം ആ വിവരൺ പഠേ और प्रश्नों के उत्तर लिखे താഴെയുള്ള ഗണ്ണിക വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതണം സീന 11 साल की लड़की है സീന 11 साल 11 എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം 11 ആകുന്നു അല്ലേ 11 ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അല്ലേ പെൺകുട്ടി എന്നാകുന്നു അല്ലേ ഇനിയോ വഹ് അവരെന്താണ് അവൾ എന്താണ് ആ പാഞ്ചവീം കക്ഷാമേ പഠിത്തി ഹേ പാഞ്ചവീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ 5ാം കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് 5ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു പഠിത്തി ഹേ പഠിക്കുന്നു 5ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് സ്കൂൾ കാ നാം GUP സ്കൂൾ വടകര ആ സ്കൂളിന്റെ പേരെന്താ സ്കൂൾ കെ നാം എന്ന് പറഞ്ഞാൽ പേര് അല്ലേ എന്തിന്റെ പേര് സ്കൂളിന്റെ പേര് അല്ലേ സ്കൂളിന്റെ പേര് എന്താണ് മക്കളെ എന്താണ് ആ GUPS വടകര എന്നാകുന്നു സ്കൂളിന്റെ പേര് ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ പോലീസ് ബനാന ഉസ്കാ സ്വപ്ന ഹേ പോലീസ് ആവുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം അല്ലേ എൻ്റെ മക്കൾക്കൊക്കെ ഓരോ സ്വപ്നം ഉണ്ടായിരിക്കുമല്ലോ എന്താണ് നിങ്ങളുടെ സ്വപ്നം അല്ലേ ആ മാഷെ എനിക്ക് ടീച്ചർ ആവണം എന്നുണ്ട് അല്ലേ എനിക്ക് വക്കീലാവണം എന്നുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എൻ്റെ മക്കൾക്കും ഉണ്ടായിരിക്കും ക്ലിയർ അല്ലേ ഇനി എന്താ നമ്മോട് ചോദിച്ചിട്ടുള്ള ആ ചോദ്യം സീന की പ്രൊഫൈൽ തയ്യാർ കരേ സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക ആവർത്തിച്ച് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക അപ്പൊ സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം സീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ നാം അല്ലേ കക്ഷ സ്കൂൾ ആയു അല്ലേ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ മാഷി എഴുതി തരാൻ വളരെ സിമ്പിളായിട്ട് അല്ലേ എന്താണ് നാം എന്ന് പറഞ്ഞാൽ നെയിമാണ് അല്ലേ നെയിം അല്ലേ അതേപോലെ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് അല്ലേ അതേപോലെ സ്കൂൾ അല്ലേ അത് എൻ്റെ മക്കൾക്കറിയാം സ്കൂള് തന്നെയാണ് ഇനി അതേപോലെ ആയു എന്ന് പറഞ്ഞാൽ ഏജ് ആണ് അല്ലേ ഏജ് ഇനി നമുക്ക് ഇതൊന്ന് പൂരിപ്പിച്ച് നോക്കാം ഇതിന്റെ മാർക്ക് നമുക്ക് നേടണ്ട അപ്പൊ വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടോ ഇല്ല അപ്പൊ ഇതിൽ നോക്കിയിട്ട് പേരാ അപ്പൊ സീന 11 साल की ലഡ്കി അപ്പൊ പേരെന്താണ് ആദ്യമാണ് സീനാക്കി പ്രൊഫൈൽ അപ്പൊ നാം എന്താണ് സീന അത് നേരെ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി ആ ചോദ്യം നോക്കിയിട്ട് അതേപോലെ എഴുതി വെച്ചാൽ മതി സീന അല്ലേ സീന നോക്കിക്കോളൂ ആ സീന അപ്പൊ സീന എന്ന് എഴുതിയപ്പോൾ നമുക്ക് എന്തെഴുതു അതിന്റെ മാർക്ക് കിട്ടി അല്ലേ ഇനി നമ്മളോട് ചോദിച്ചാൽ കക്ഷ എത്രയാണ് ക്ലാസ് നിങ്ങളെ പോലെ തന്നെ സീനയും 5ാം ക്ലാസ്സിലാണ് അപ്പൊ ഇതാ ആ 5ാം ക്ലാസ്സിൽ എന്നുള്ളത് ഇവിടെ ഉണ്ട് പാഞ്ചവീം കക്ഷ അല്ലേ അത് നേരെ അതേപോലെ എഴുതിയാൽ മതി മക്കളെ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട നമ്മൾ പുറത്തുനിന്നൊന്നും എടുത്തില്ല അല്ലേ പാഞ്ചവീം കക്ഷ അല്ലേ പാഞ്ചവീം കക്ഷ അല്ലേ 5ാം ക്ലാസ്സിലാണ് എന്ന് നമ്മൾ എഴുതി ഇനി സ്കൂൾ ഏതാ ഇവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ നോക്കൂ GUPS വടകര അത് നേരെ അതേപോലെ എടുത്ത് എഴുതുന്നു അല്ലേ GUP സ്കൂൾ എന്താണ് വടകര അല്ലേ അത് അതേപോലെ നമ്മൾ എന്ത് എഴുതിയാണ് മക്കളെ എഴുതി അല്ലേ GUPS വടകര GUP സ്കൂൾ വടകര എഴുതി ഇനി ആയു എത്ര വയസ്സാണ് എന്ന് പറഞ്ഞു അത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ എത്ര വയസ്സാന്ന് പറഞ്ഞത് ആ 11 साल की लड़की അല്ലേ 11 साल की लड़की ഹേ 11 വയസ്സുള്ള പെൺകുട്ടിയാണ് അപ്പൊ ആ 11 എന്നുള്ളത് അതേപോലെ എഴുതിയാൽ മതി 11 അല്ലേ 11 साल അല്ലേ 11 साल की 11 साल എന്ന് എഴുതിയാൽ മതി 11 साल നമ്മൾ എഴുതി അപ്പൊ എന്താണ് നെയിം എന്നുള്ളത് സീന എന്ന് കൊടുത്തു കക്ഷ പാഞ്ചവീം കക്ഷ സ്കൂൾ GUP സ്കൂൾ വടകര അതേപോലെ ആയു വയസ്സ് എത്രയാണ് 11 साल ഇത്തരത്തിൽ മക്കളെ ചോദ്യത്തിൽ നിന്ന് തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉത്തരം എഴുതാൻ കഴിയും നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 5 മാർക്കും നേടാൻ എൻ്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ അല്ലേ മക്കളെ അപ്പൊ നാളെ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എഴുതൂല റെഡി അല്ലേ യെസ് अच्छा बच्चों अगला वीडियो में फिर मिलेगा सबका बहुत बहुत शुक्रिया बाय